ഇന്നത്തെ ദിനം പുലർന്നത് ഒരു വലിയ അപകടത്തിന്റെ വാർത്ത കേട്ടുകൊണ്ടാണ്. നാട്ടികയിൽ വാഹനാപകടത്തിൽ അല്ലെങ്കിൽ വാഹനം പാഞ്ഞു കയറി 5 പേരുടെ ദാരുണാന്ത്യം സംഭവിച്ചു. അവരുടെ ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, അങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് ഇപ്പോൾ മൃതദേഹം വിട്ടു നൽകുകയാണ്. എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകളൊക്കെ? കൂടുതൽ വിവരങ്ങൾ. പ്രവിധ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയാണ് മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ 2 മൃതദേഹവും അതുപോലെ തന്നെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ 3 മൃതദേഹങ്ങളുമാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. അതിൽ ഇപ്പോൾ ഈ കാളിയപ്പൻ എന്ന ആളുടെ മൃതദേഹവും വഹിച്ചുകൊണ്ട് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള ആംബുലൻസ് പുറപ്പെട്ടു കഴിഞ്ഞു. അടുത്ത ആംബുലൻസ് ഇനി ഇവിടെ നിന്ന് 2 മൃതദേഹങ്ങൾ കൂടി ഇവിടെ നിന്ന് കൈമാറേണ്ടതുണ്ട്. നാഗമ്മ, അതുപോലെ തന്നെ ഈ വിശ്വ, 1.25 വയസ്സുള്ള ഒരു വിശ്വ എന്ന് പറയുന്ന കുട്ടിയുണ്ട്. അവരുടെ അടക്കം 2 മൃതദേഹങ്ങൾ കൂടി ഇവിടെ നിന്ന് കൈമാറാനുണ്ട്. അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 2 മൃതദേഹങ്ങളും ഈ ജില്ലാ ആശുപത്രിക്ക് സമീപത്തേക്ക് അല്പസമയത്തിനകം എത്തിക്കും. 5 ആംബുലൻസുകളിലായിരിക്കും ഈ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. പോലീസിന്റെ അകമ്പടിയോടുകൂടി പാലക്കാട് അതിർത്തി ഇവിടെ നിന്നുള്ള തൃശൂർ പോലീസ് കടത്തിവിടും. അവിടെ നിന്ന് പാലക്കാട് പോലീസ് എത്തി മൃതദേഹം ഏറ്റുവാങ്ങി ഗോവിന്ദാപുരത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് നിലവിൽ ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും രാവിലെ മുതൽ തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ജില്ലാ ആശുപത്രിയിലാണെങ്കിൽ പോലും വലിയ സങ്കടം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വിവരമറിഞ്ഞ് ഗോവിന്ദാപുരത്ത് നിന്ന് അടക്കമെത്തിയ നിരവധി കുടുംബാംഗങ്ങളുണ്ട്. അവരുടെ ഒന്നും കണ്ണീർ നമുക്ക് സഹിക്കാവുന്നതല്ല. അതിനപ്പുറത്തേക്കാണ്. കാര്യം ഇന്ന് തൃപ്രയാർ ഏകാദശി നടക്കുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്വാഭാവികമായും മേഖലയിൽ തൃപ്രയാറിൽ വലിയ തിരക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ട്രാക്കിൽ വലത് ട്രാക്കിലാണ് ഇവർ കിടക്കാറുള്ളത്. ഏകാദശി ആയതുകൊണ്ടും സ്വാഭാവികമായും വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ വരാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് ഇവർ ഇടത്തെ ട്രാക്കിലേക്ക്, അതായത് ഇന്നലെ രാത്രി സുരക്ഷിതമായി ഉറങ്ങുന്നതിന് വേണ്ടിയാണ് ഇടത്തെ ട്രാക്കിലേക്ക് ഇവർ മാറിക്കിടന്നത്. പക്ഷേ ആ ഇടത്തെ ട്രാക്കിൽ ഇവർ കിടന്ന് ഉറങ്ങിയതിനിടയിലാണ് ഈ ലോറി അങ്ങോട്ടേക്ക് എത്തി സുരക്ഷിതമെന്ന് കരുതി ഉറങ്ങുന്ന ഉറക്കത്തിനിടയിലാണ് അവരുടെ ജീവൻ തന്നെ അപഹരിക്കപ്പെടുന്ന രൂപത്തിലേക്ക് ഒരു ലോറിയും 2 ഡ്രൈവറും ക്ലീനറും അടക്കം മാറുന്ന ഒരു കാഴ്ച ഉണ്ടായത്. വലിയ സങ്കടത്തോടു കൂടി, അതായത് ഇവർ പറയുന്നത് അവിടെ നിന്ന് നാട്ടിൽ നിന്നടക്കം ഈ വാർത്ത അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയ നിരവധി പേരുണ്ട്. അവർ പറയുന്ന 2 മാസമൊക്കെ കൂടുമ്പോൾ അവർ നാട്ടികയിലെത്തും, എറണാകുളത്തെത്തും, ആലുവയിലെത്തും. അവിടെയെല്ലാം എത്തി പല ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. 5 ദിവസത്തെ കൂടി, അതായത് സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ് ഒക്കെയാണ് ഇവരുടെ പ്രധാന തൊഴിൽ. കഴിഞ്ഞ ദിവസം ഈ സംഘം ഇവിടെ നിന്ന് തിരിക്കാനിരുന്നതാണ്. കാര്യം ഇവിടെ എത്തി 2 മാസത്തോളം ആകുന്നു. അതുകൊണ്ട് തന്നെ ഈ തൊഴിൽ മതിയാക്കി ഇവിടെ നിന്ന് മടങ്ങാനിരുന്നതാണ്. അപ്പോൾ 5 ദിവസത്തേക്ക് കൂടി ഈ തൊഴിൽ ലഭിക്കുന്നു. അങ്ങനെ ഈ ചില ടാങ്കുകൾ ഉൾപ്പെടെ വൃത്തിയാക്കാനുള്ള ജോലി ഇവർക്ക് ലഭിക്കുന്നു. അങ്ങനെ 5 ദിവസം കൂടി തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ സംഘത്തിലെ കുറച്ചുപേർ ഈ നാട്ടികയിൽ തുടരാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ തുടരുന്നു. ഇതിൽ പലരും പറയുന്നത് അന്ന് ഞങ്ങളോടൊപ്പം ഒക്കെ മടങ്ങി വന്നിരുന്നുവെങ്കിൽ ഇവർക്ക് ജീവൻ നഷ്ടമാകില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ഇവർ വിഷമിച്ച് കരയുന്നതാണ് നമുക്ക് ഈ ദൃശ്യത്തിലുടനീളം കാണാനുള്ളത്. ഇവിടെ ആ ദൃശ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ കരയുന്ന അമ്മ അവരുടെ സഹോദരിയുടെ മകളും അതുപോലെ തന്നെ ആ മകളുടെ കുട്ടിയുമാണ്, 1.25 വയസ്സുള്ള കുട്ടിയുമാണ് നഷ്ടമായിരിക്കുന്നത്. രാജേശ്വരി, വിശ്വ എന്ന് പറയുന്ന 2 പേരെ നഷ്ടമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ അരുൺ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും തന്നെ നഷ്ടമായിരിക്കുന്നു. ഇപ്പോൾ ആ മൃതദേഹമൊക്കെ 4 വയസ്സുകാരന്റെ മൃതദേഹമാണെന്ന് കരുതുന്നു. 4 വയസ്സുകാരന്റെ മൃതദേഹമാണ്. 4 വയസ്സുകാരന്റെ മൃതദേഹമാണ് ഇപ്പോൾ ഈ ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നത്. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലൂടെ, അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ചും ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല സുരക്ഷിതമായി. അതായത് ഇന്നലെ ഇവർ പറയുന്നത് വാഹനങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ഒതുങ്ങി ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ സുഖമായി ഉറങ്ങുന്നതിന് വേണ്ടിയാണ് തങ്ങൾ ഈ ഒരിക്കലും വാഹനം കടന്നു വരാത്തൊരു ട്രാക്കിൽ ഈ എല്ലാവരും പായ വിരിച്ച് അവിടെ കിടന്നുറങ്ങിയതെന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം ഇന്ന് ദൃക്സാക്ഷികൾ പോലും പറയുന്നുണ്ട് ഈ വാഹനം ഇവരുടെ ഇടയിലേക്ക് പാഞ്ഞു കയറുന്നു. ആ സമയത്ത് ചിലർ ഈ ലോറിയിൽ തട്ടി വിളിക്കുന്നുണ്ട്, ഡ്രൈവറെ തട്ടി വിളിക്കുന്നു. ആ സമയത്ത് ക്ലീനറാണ് വാഹനം ഓടിച്ചിരുന്ന അലക്സിനോട് ഇവർ പറയുന്നുണ്ട് വാഹനം നിർത്തൂ എന്ന് പറഞ്ഞ് അലക്സ് നിർത്തുന്നു. അപ്പോൾ ഇവർ ഓടിക്കൂടുന്നത് കണ്ട് ഈ വാഹനം വീണ്ടും പിന്നോട്ടെടുക്കുന്നു. അങ്ങനെ ഈ പിന്നോട്ടെടുക്കുന്നതിനിടയിലാണ് 2 പേരുടെ പോലും ജീവൻ നഷ്ടമായെന്ന് പറയുന്നത്. എന്തായാലും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ എല്ലാ മൃതദേഹങ്ങളും വിട്ടു നൽകും. ശരി, അതീവ ദുഃഖകരമായ സംഭവമാണ്. ദാരുണമെന്ന് പറയാം. സുരക്ഷിതമായി കിടന്നുറങ്ങിയ ഒരു രാത്രി, അത് ഈ പറയുന്ന 5 പേരുടെ അവസാന രാത്രിയായി മാറുന്നതാണ് നമ്മൾ ഇന്ന് രാവിലെ കണ്ടത്. 3:30 കൂടി അടുപ്പിച്ചാണ് ഈ അപകടം ഉണ്ടായിരുന്നത്. രാവിലെ മോർണിംഗ് വാക്കിൻ്റെ സമയത്ത് ആദ്യ വാർത്തയായിട്ട് പ്രേക്ഷകർക്ക് പങ്കുവച്ചതും ഈ ദുരന്ത വാർത്തയായിരുന്നു. എന്തായാലും ഇപ്പോൾ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നുണ്ട്. അവിടെ അവരുടെ മരിച്ചവരുടെയും ഒപ്പം തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റവരുടെയൊക്കെ ബന്ധുക്കൾ എത്തിയിട്ടുമുണ്ട്. സൂരജ് സജിയാണ് ആശുപത്രിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.